PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് ദ റേസ്. നിഷ പഞ്ചാബി എഴുതിയ ആ പാഠം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അതിന്റെ 4ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇത് ഇന്നത്തോടുകൂടി നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ പാഠത്തിലെ മെയിൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് തരുൺ. തരുണിന്റെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ എല്ലാവരും പറഞ്ഞ് ശരിക്കും നന്നായിട്ട് പഠിക്കണം. തരുണിനെ കുറിച്ച്, തരുണിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എഴുതാനായിട്ട് കിട്ടണം. ഹൗ തരുണിനെ പോലെയുള്ള ഒരു കുട്ടി ഹൗ ഹി ബിക്കം എ ഗുഡ് റണ്ണർ, അല്ലെങ്കിൽ ഹൗ ഹി ബിക്കം എ ഗുഡ് സ്റ്റുഡന്റ്, അല്ലെങ്കിൽ ഒരു ഗുഡ് അത്ലറ്റ്. എങ്ങനെയാണ് അവന്റെ ചേഞ്ച്, എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായത്? ഹി വാസ് നോട്ട് എ ഗുഡ് സ്റ്റുഡന്റ്, ഹി വാസ് ഓൺലി എ മീഡിയോക്കർ. അല്ലേ? അത്ര ഒരു നല്ല സ്റ്റുഡന്റ് അല്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമാണ്, ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെയുള്ള തരുൺ when he met രാംനാരായണനെ മെറ്റ് ചെയ്ത സമയത്ത് അവന്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. രാംനാരായണൻ അവന് ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ലെ? ഓൺ വൺ കണ്ടീഷൻ. വാട്ട് വാസ് ദ കണ്ടീഷൻ? രാംനാരായണൻ ഒരു കണ്ടീഷൻ പറയുകയാണ്, ഇഫ് യു വൺ ഇൻ ദ റേസ് that was working. എവിടെയാ റേസ് നടക്കുന്നത്? ഇൻ ദ നെഹ്റു സ്റ്റേഡിയം. എന്നാണ്? നവംബർ 14. അപ്പോ അവൻ തയ്യാറായി. അങ്ങനെ ആ റേസിന് പങ്കെടുക്കാൻ പോവുകയാണ്. ആൻഡ് ഹി വാണ്ടഡ് ടു ഷെയർ എവറിത്തിങ് ടു ഹിസ് മദർ. അങ്ങനെ അമ്മയോടാണ് അവൻ എല്ലാം ഷെയർ ചെയ്തു. അമ്മയോട് എല്ലാം പറഞ്ഞു. അവസാനം അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് അവൻ റേസിന് പോവുകയാണ്. നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് അവൻ പെഡൽ ചെയ്തു നമ്മൾ പറയും അല്ലെ, സൈക്കിൾ ചവിട്ടി ഓടുകയാണ്. ഓടിച്ചെന്ന് അവൻ അവിടെ ചെന്നപ്പോ കണ്ടതാരെയാ? അവിടെ ചെന്നു ഭയങ്കര തിരക്ക്. അവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? അബൌട്ട് 50. രാംനാരായണനാണ് അവൻ ചെന്നപ്പോ. രാംനാരായണനാണ് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് അവന് ധൈര്യം കൊടുക്കുന്നത് അല്ലെ. രാംനാരായണൻ അവനോട് എന്താണ് ബെസ്റ്റ് ഓഫ് ലക്ക് പറയുകയാണ്. ഓൾ ദ ബെസ്റ്റ് എന്ന് രാംനാരായണനോട് പറയുന്നു. ഇത് കേട്ടപ്പോ അവന് ഇത്തിരി ആശ്വാസം തോന്നി. പക്ഷെ രാംനാരായണനോട് ഒന്നും തിരിച്ചു പറയാനുള്ള ധൈര്യം അവനില്ല. കാരണം അവന്റെ മനസ്സിൽ രാംനാരായൺ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഗോഡ്. കാരണം അത്രയും ആരാധന, അത്രയും ബഹുമാനം. ആ മനുഷ്യനോട് സംസാരിക്കാൻ അവന് ഒന്ന് നന്ദി പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അവന് ധൈര്യമില്ല. അവൻ വെറുതെ ഒന്ന് ചിരിക്കുകയാണ്. അങ്ങനെ അവൻ കടന്നു ചെന്നപ്പോ അവിടെ അത്ലറ്റ്സ് എല്ലാവരും നിരനിരയായിട്ട് നിൽക്കുകയാണ്. എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു അവിടെ? ഇവർ എബൌട്ട് 50 ആണെന്ന് പറയുന്നത് അല്ലെ. ഒരു 50ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും അവിടെ 50 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും നിരന്ന് നിൽക്കുകയാണ്. ഇവരും നിരന്നു നിന്നു. ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഇത് പറയുമ്പോൾ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇമേജ് വരുന്നില്ലേ? എന്താണ്? ഓട്ട മത്സരത്തിന് കുട്ടികൾ ഇങ്ങനെ നിരന്ന് നിൽക്കണം. ആ ഓട്ട മത്സരത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന ഫീലിംഗ് എന്താണ് നിങ്ങൾക്കറിയാം? സാധാരണ എല്ലാവരും പങ്കെടുക്കാറുള്ളൂ അല്ലേ? സ്കൂളിലൊക്കെ നിങ്ങൾ സ്പോർട്സിലൊക്കെ പങ്കെടുക്കില്ലേ? അപ്പോ ആ സമയത്ത് ഫീലിംഗ് എന്താണ്? പേടിയല്ല. പേടിച്ചാൽ നമ്മൾ തോൽക്കും. ഞാനായിരിക്കും ജയിക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസം, അതാണ് നമുക്ക് വേണ്ടത്. ഏത് മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും ഞാനായിരിക്കണം ജയിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ തരുൺ മാത്രം ഇത്തിരി വിഷമം. കാരണം എന്താണ്? there is nobody in the gallery to cheer him up. അവനെ ചെയ്യാൻ അവന്റെ ഗാലറിയില് അവന്റെ റിലേറ്റീവ്സോ അവന്റെ സ്വന്തക്കാരായിട്ട് ആരുമില്ല. അവന്റെ പാരന്റ്സ് ഇല്ല, അവന്റെ ബ്രദർ ഇല്ല, ആരുമില്ല എന്നുള്ള വിഷമത്തില് അവൻ ഗാലറിയിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി. എല്ലാവരുടെയും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് വന്നിരിക്കുന്നത് അവൻ നോക്കുകയാണ്. നോക്കിയപ്പോ സഡൻലി ഹി ബിക്കം വെരി ഹാപ്പി. കാരണം എന്തായിരുന്നു? അവിടെ ആരെയാ അവൻ കണ്ടത്? ഇന്നലെ എടുത്തതാണ്. ആരെയാ കണ്ടത്? ഹി സോ ഹിസ് മദർ there. അമ്മേനെ അവിടെ കണ്ട അവന് ഭയങ്കര സന്തോഷം. അവന്റെ കോൺഫിഡൻസ് കൂടി. അങ്ങനെ വിസിൽ ബ്ലൂ ചെയ്തു. അവർ ഓട്ടം തുടങ്ങി. തുടക്കത്തില് രാംനാരായണനായിരുന്നു ഫസ്റ്റ് നിന്നിരുന്നത്, ലീഡിങ് എഹെഡ്. ലാസ്റ്റ് ലൈൻ നോക്കുക ആ പാരഗ്രാഫിന്റെ. സീയിങ് ഹിംസെൽഫ് എഹെഡ് ഓഫ് ദ എവരിബഡി, തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. തരുണ് ഭയങ്കര പ്രൗഡായി. ഇനി അടുത്ത പാരഗ്രാഫാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും നോക്കാം. പേജ് നമ്പർ 11 ലാസ്റ്റ് പാരഗ്രാഫ്.
ഓൺ ദ ട്രാക്ക്. കണ്ടില്ലേ എല്ലാവരും നോക്കട്ടെ, ശ്രദ്ധിക്കാട്ടോ. ലാസ്റ്റ് ഇന്ന് നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കാൻ പോവാണ്. തരുണ് എന്താ സംഭവിക്കണേ നോക്കാം. ഇത് ശരിക്കും ഞാൻ പറഞ്ഞു, ഈ ഭാഗം ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. തരുണിന്റെ ഡയറി കേട്ടോ. അന്നത്തെ ഇപ്പൊ തുടങ്ങി ഈ പാരഗ്രാഫ്, കഴിഞ്ഞ പാരഗ്രാഫും കൂടി അതിൽ എഴുതണം. തരുണിന്റെ ഡയറി എഴുതാണ്. അന്നത്തെ ദിവസം കാലത്ത് എഴുന്നേറ്റ് പോകുന്നത്, ഇനി അവിടെ സംഭവിച്ചത് എല്ലാം എല്ലാവരും അടുത്ത ദിവസം അതൊരു ആ ഇൻസിഡന്റ് ഒരു നരേഷൻ അല്ലെങ്കിൽ ഒരു ഡയറി അല്ലെങ്കിൽ ലെറ്റർ ആയിട്ട് പഠിക്കണം. അപ്പൊ ആ സംഭവം പഠിക്കണം. ഓൺ ദ ട്രാക്ക് there was a shallow path. അങ്ങനെ ഓടി ഓടി തരുൺ മുൻപിൽ നിൽക്കുകയാണ് കേട്ടോ. ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ട്രാക്ക് കൂടെ നമ്മൾ വരച്ചിട്ട ട്രാക്ക് കൂടെയല്ലേ ഓടാൻ പാടുള്ളൂ. അങ്ങനെ ഓടുന്ന തരുൺ ആ ട്രാക്കിൽ കൂടെ ഓടിയപ്പോ ട്രാക്കിന് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഒരു ഷാലോ പാത്ത്, ഇത്തിരി ആഴം കുറഞ്ഞ ഒരു കുഴി പോലെ ഇങ്ങനെ റോഡ്. ആ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്തിൽ കൂടെ ഓടുകയാണ്. ആ ഓടുന്ന സമയത്ത് പെട്ടെന്നൊന്ന് താന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വഴി ഒന്ന് താന്നാൽ തട്ടി തടഞ്ഞ് വീഴുകയാണ് ചെയ്തത് അല്ലെ. ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ്, അത് പതുക്കെയാണ് നമ്മൾ നടക്കണമെങ്കിൽ ഒരു കുഴി വന്നാലും ചിലപ്പോൾ നമ്മൾ വീഴില്ല, കാരണം നമ്മൾ പതുക്കെ ഒന്ന് കാലെടുത്ത് വെച്ചു. പക്ഷെ ഓടണ സമയത്ത് ഒരേ നിരപ്പായ സ്ഥലത്തിലാവണം. പെട്ടെന്നൊന്ന് താന്നു, പെട്ടെന്നൊന്ന് കുഴിയുള്ള സ്ഥലത്ത്, ചെറിയൊരു കുഴി പോലെയല്ല ഈ സ്ഥലത്ത് ചാടി. എന്ത് സംഭവിച്ചു? ആ കുഴിയിലേക്ക് അവൻ ചാടുകയാണ്. ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ്, തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ്. തരുൺ അത് കണ്ടില്ല. ചെറിയൊരു സ്റ്റോപ്പ് ഉണ്ടായുള്ളൂ, പക്ഷെ അവൻ അത് കണ്ടില്ല. ആൻഡ് ഹി സ്ലിപ്പ് ചെയ്തു, വഴുതി പോവുകയാണ്. ബ്രീത്തിങ് ശ്വസിക്കുക ഫാസ്റ്റ്. എപ്പോഴാണ് നമ്മൾ ശ്വാസം ഭയങ്കര സ്പീഡാവാം, കിതയ്ക്കാന്ന് അറിയില്ലേ, ഓടി കിതയ്ക്കാം. ബ്രീത്തിങ് ഫാസ്റ്റ്, ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ്. വീണ് കിടന്ന് അവൻ ഇങ്ങനെ ഭയങ്കര ശ്വാസം ഇങ്ങനെ വലിക്കുകയാണ്. ആ സമയത്ത് നോക്കിയപ്പോ അതർ കിഡ്സ് കുട്ടികള്, മറ്റേ കുട്ടികളൊക്കെ ഗോയിങ് പാസ്റ്റ് ഹിം. ഇവൻ വീണ് കെടുന്ന വഴിക്ക് നോക്കിയപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓടി പോവാണ്. ഇവനെ കടന്നില്ല, ഇവനായിരുന്നു ഏറ്റവും ഫസ്റ്റ്. പക്ഷെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓടുന്നതാണ് അവൻ കണ്ടത്. ഹി കുഡ് നോട്ട് ബി എ ലോസർ ടുഡേ. കാരണം അവന്റെ മനസ്സിൽ ഉറച്ച തീരുമാനത്തിലാണ്, ഇന്ന് എനിക്ക് ജയിക്കണം, എനിക്ക് ഒരിക്കലും ഇന്നൊരു ലോസർ ആവാൻ പാടില്ല. എന്താ ലോസർ? നഷ്ടപ്പെട്ടവൻ, തോറ്റവൻ ആവാൻ പാടില്ല. കാരണം ഇന്ന് ഞാൻ ജയിച്ചാലാ എന്നെ രാംനാരായൺ എന്ത് ചെയ്യുള്ളൂ? കോച്ച് ചെയ്യുള്ളൂ. എന്റെ കോച്ചായിട്ട് രാംനാരായൺ വരണമെങ്കിൽ ഇന്ന് ഞാൻ ജയിക്കണം. He could not be a loser today, and so without wasting a second, ഒരു സെക്കൻഡ് പോലും അവൻ കളഞ്ഞില്ല. അവൻ വീണ് കിടന്ന് നോക്കിയപ്പോ കുട്ടികൾ ഇങ്ങനെ ഓടുകയാണ്. അവൻ ഒരു നിമിഷം പോലും കളഞ്ഞില്ല. He got up to run once more. എഴുന്നേറ്റ് ഓടി, വീണ വഴിക്ക് അവൻ എഴുന്നേറ്റ് ഓടുകയാണ്. ഭയങ്കര സ്പീഡില്, ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണല്ലേ, അവന്റെ ഉള്ളിൽ ഭയങ്കര ആവേശമാണ്. അതുകൊണ്ട് ബീയിങ് ക്വിക്ക്, തരുൺ overtook a few kids ahead of him. കുറച്ചു പേരെയൊക്കെ overtook ചെയ്തു. few kids ahead of him, മുന്നില്. അവന്റെ മുന്നിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികളെ അവൻ ഇപ്പൊ ഫസ്റ്റ് ആയിട്ടില്ല കേട്ടോ. വീണ് കിടന്ന അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് കുട്ടികളെ തോൽപ്പിക്കുകയാണ്. അവന്റെ മുന്നിലേക്ക് ചെന്നു. ബട്ട് ആസ് ഫെയ്റ്റ് ഹാഡ് ഇറ്റ്, പക്ഷെ ഫെയ്റ്റ്, വിധി, ഹി സ്ലിപ്ഡ് വൺസ് അഗെയിൻ. വിധി വേറെ ഒന്നായിരുന്നു. നമ്മൾ എത്ര ജയിക്കണം എന്ന് വിചാരിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര സക്സസ് ആവണം എന്ന് വിചാരിച്ചാലും, നമ്മുടെ ഫെയ്റ്റ്, നമ്മുടെ വിധി, നമ്മൾ അതിന് ജയിക്കാൻ നമുക്ക് വിധിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെയും വിധി അവനെ സമ്മതിച്ചില്ല. രണ്ടാം പ്രാവശ്യം അവൻ സ്ലിപ്പ് ചെയ്തു. കിട്ടിയോ? അപ്പോ തരുൺ എന്താ സംഭവിച്ച? ഫസ്റ്റ് ടൈം ഒരു ഷാലോ പാത്താണ്. അപ്പൊ അവിടെ സ്ലിപ്പ് ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം വീണു. പക്ഷെ അവൻ രക്ഷപ്പെട്ട് അവിടുന്ന് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വേഗം ഓടുകയാണ്. ഓടി കുറച്ചു പേരെയൊക്കെ മുന്നിട്ട്, അവനെ മുന്നിലുണ്ടായിരുന്ന കുറച്ചു പേരെയൊക്കെ തോൽപ്പിച്ച് അവൻ മുന്നിട്ട് പോയി. പക്ഷെ വീണ്ടും അവൻ സ്ലിപ്പ് ചെയ്തു വീണു. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? രണ്ടാം പ്രാവശ്യം വീണപ്പോ അവൻ പേടി താൻ തുടങ്ങി. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹി കുഡ് നോട്ട് ബിയർ ഇറ്റ്. അവന് അവന് സഹിക്കാൻ പറ്റിയില്ല. ഇതെന്താ എനിക്ക് സംഭവിക്കണേ? ഇത് എന്തുകൊണ്ടാ ഞാനിങ്ങനെ വീഴണേ? അവൻ ചിന്തിക്കുകയാണ്. ഹി ലുക്ക്ഡ് ഇൻടു ദ ക്രൗഡ്. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്രൗഡിലേക്ക് ക്രൗഡ് എന്താ? ആളുകൾ, ജനക്കൂട്ടം അവിടെ തിങ്ങി തിരക്കി നിൽക്കണില്ലേ? ആ ജനക്കൂട്ടത്തിലേക്ക് നോക്കുകയാണ്. ആൻഡ് സോ ഹിസ് മദർ. അപ്പൊ ആരെ കണ്ടു? അമ്മേനെ കാണുകയാണ്. ഷീ വാസ് സേയിങ് സംതിങ് ടു ഹിം. അവിടെ ഇരുന്നുകൊണ്ട് അമ്മ ചിയറപ്പ് ചെയ്യാണ്.
ഗെറ്റപ്പ് സൺ ഗെറ്റപ്പ് ആൻഡ് റൺ. അമ്മ അവിടെ നിന്ന് ഓടിയിടുകയാണ്. എന്തെന്ന് പറഞ്ഞിട്ട് ഗെറ്റപ്പ് സൺ എഴുന്നേക്ക് ഓട് എന്ന് പറഞ്ഞ അമ്മ അവനെ ചീറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം വീണു, ഫസ്റ്റ് ടൈം വീണപ്പോ എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചത്? അവന്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ് കൊണ്ട് അവൻ എഴുന്നേറ്റ് വീണ്ടും ഓടുകയാണ്. പക്ഷെ രണ്ടാം പ്രാവശ്യം വീണപ്പോ അവന് നിരാശയായി. അവൻ ദയനീയമായിട്ട് ക്രൗഡിലേക്ക് നോക്കി, അവന്റെ അമ്മേനെ നോക്കി. ക്രൗഡിൽ അമ്മ ഇരിക്കുന്നില്ലേ? അമ്മേനെ നോക്കി, ഇത് എന്താ എനിക്ക് പറ്റണേ, ഞാൻ തോൽക്കോ എന്നുള്ള അർത്ഥത്തിൽ അമ്മേനെ നോക്കുകയാണ്. അമ്മ അവനെ ചിയറപ്പ് ചെയ്യാതെ എഴുന്നേറ്റ് ഓട് മകനെ, നീ തോൽക്കില്ല, നീ ഓടിക്കൊള്ളാൻ പറഞ്ഞു. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗൈൻ. അപ്പൊ അമ്മയുടെ ആ ചിയറപ്പ് കേട്ട്, അമ്മയുടെ വാക്ക് കേട്ട് അവൻ എഴുന്നേറ്റ് ഓടുകയാണ്. He was among the last few. ഇപ്പൊ എന്തായി? ഏറ്റവും ലാസ്റ്റ് അല്ല, കുറച്ചു പേര് ലാസ്റ്റ് ഉണ്ട്, അവരില് ലാസ്റ്റ് ഫ്യൂ. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷെ എന്നാലും അവൻ ഉപേക്ഷിച്ചില്ല, ഗിവ് അപ്പ് ചെയ്തില്ല, വിട്ടുകൊടുത്തില്ല. അവൻ വീണ്ടും ഓടുകയാണ് സ്പീഡില്. എന്നാലും എനിക്ക് ഫസ്റ്റ് ആവാൻ പറ്റുമെന്ന് വിചാരിച്ച് അവൻ ഓടി. വൺസ് മോർ ഹി ഓവർടേക്ക്. കുറച്ചും കൂടി, ഒരിക്കൽ കൂടി കുറച്ച് കുട്ടികളും കൂടി അവൻ ഓവർടേക്ക് ചെയ്തു. അവന്റെ മുന്നിലുണ്ടായിരുന്ന കുട്ടികളെ പിന്നിലാക്കി അവൻ ഓടി ഓടി മുന്നിലേക്ക് എത്തുകയാണ്. Since he was fretting a little too much, he fell a third time. എന്ന് സംഭവിച്ചു. വളരെ നിരാശകരമായി അവന് he was fretting a little too much. fretting a little അവൻ എന്താണ്, അവന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ഭയങ്കര സ്പീഡിൽ ഓടി അവന്റെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. a little too much. അവരിലൊക്കെ ആധിപത്യം സ്ഥാപിച്ച് മുന്നിലെത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ പേരെ തോൽപ്പിച്ച് അവൻ മുന്നിലേക്ക് എത്താൻ തുടങ്ങിയ വഴിക്ക് മൂന്നാം പ്രാവശ്യം അവൻ വീണു. He fell a third time. Tears was. ഈ സമയത്ത് തരുണ് സഹിക്കാൻ സാധിച്ചില്ല. അവന്റെ കണ്ണിൽ നിന്ന് അവൻ അറിയാതെ കണ്ണുനീര് വീഴാണ്. Tears were rolling down his cheek. Tears, കണ്ണുനീര് rolling down. rolling ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വീഴാൻ തുടങ്ങി. ചീക്സിലേക്ക്, കവിളിലേക്ക് ഇങ്ങനെ വീഴാൻ തുടങ്ങി. How will he get into Ram Narayan's turning now? അപ്പൊ അവന്റെ മനസ്സിലുണ്ടായ ചിന്ത എന്താ? തോൽക്കണേനുള്ള വിഷമല്ല, തോറ്റു കഴിഞ്ഞാൽ അവന് എന്ത് കിട്ടില്ല? രാംനാരായണന്റെ ട്രെയിനിങ്. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ്? ഇനി എനിക്ക് എങ്ങനെ രാംനാരായണന്റെ ട്രെയിനിങ്ങിലേക്ക്, രാംനാരായണൻ ഇനി എനിക്ക് എങ്ങനെ ട്രെയിനിങ് തരും? അതായിരുന്നു അവന്റെ വിഷമം. ഹൗ വിൽ ഹി പ്രൂവ് ഹിസ് പാരന്റ്സ് ദാറ്റ് ഹി വാസ് ടാലന്റഡ്? പിന്നെ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഫാദറിന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കണം, അല്ലെ, എനിക്ക് ടാലന്റ് ഉണ്ട്, എനിക്ക് കഴിവുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും എനിക്ക് കഴിവുണ്ട് എന്ന് അവന്റെ ഫാദറിനെ കാണിച്ചു കൊടുക്കണം, പാരന്റ്സിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ആ ഒരു ചിന്തയിലായിരുന്നു. അതും ഇനി എങ്ങനെ സാധിക്കും? ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓഫ് ദ ട്രാക്ക് നൗ. ഇപ്പൊ അവൻ എന്ത് സംഭവിച്ചു? ലാസ്റ്റ് കിഡായി, അവസാനത്തെ കിഡ്, ബോയ് ആയി. He turned his eyes towards the stand. സ്റ്റാൻഡിലിരിക്കുന്നവര്, ഗാലറിയിൽ ഇരിക്കുന്നവര് അവരൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മളുണ്ടായ സംഭവം എന്താ? തരുൺ ഫസ്റ്റ് ഓടാൻ തുടങ്ങി, ഭയങ്കര സന്തോഷത്തിലാണ്. ഹി വാസ് ദ ലീഡിംഗ് വൺ, അല്ലെ, എല്ലാവരും ലീഡ് ചെയ്ത് അവൻ ഓടുകയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഒന്നാമത്തെ പ്രാവശ്യം അവൻ വീണു, അല്ലെ, ആ ഷാലോ പാത്തിൽ അവൻ വീഴാണ്. ശരിക്കും സംഭവം എഴുതാൻ കിട്ടണം കേട്ടോ. വീണ അവിടെ നിന്ന് അവൻ തന്നെ എഴുന്നേറ്റ് ഓടുകയാണ്. കാരണം എന്തിനാ? അവന് ഫസ്റ്റ് ആവണം, ഇന്നെനിക്ക് തോൽക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയിൽ അവൻ എഴുന്നേറ്റ് ഓടി. പക്ഷെ ഓടി കുറച്ചുപേരൊക്കെ തോൽപ്പിച്ച് മുന്നിലേക്ക് എത്താറായപ്പോഴേക്കും സെക്കൻഡ് ടൈം ഹി ഫെൽ ഡൗൺ, വീണു. സ്ലിപ്പ് ചെയ്ത വഴിക്ക് നിരാശയായി, ഭയങ്കര വിഷമായി. നോക്കിയപ്പോ അമ്മയാണ് അവനെ ആശ്വസിപ്പിച്ചത്. എഴുന്നേറ്റ് ഓടാൻ പറയാണ് അമ്മ. അവൻ എഴുന്നേറ്റ് ഓടി. അങ്ങനെ മൂന്നാം പ്രാവശ്യം അവൻ വീണു. മൂന്നാം പ്രാവശ്യം വീണപ്പോ അവിടുന്ന് എഴുന്നേറ്റ് ഓടി, കുറച്ച് രക്ഷപ്പെട്ട് കുറച്ചുപേരെ തോൽപ്പിച്ച് അവൻ മുന്നിലേക്ക് എത്താൻ തുടങ്ങിയ വഴിക്കാണ് മൂന്നാമത് വീണു. മൂന്നാമത് വീണപ്പോ അവന്റെ കണ്ണീന്ന് വെള്ളം അറിയാതെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വീഴാൻ തുടങ്ങിയെന്ന്. കാരണം ഇനി എനിക്ക് എങ്ങനെ, അവന് രണ്ട് കാര്യങ്ങളുണ്ടായത്. ഒന്ന്, ഇതിൽ ജയിച്ചിട്ട് വേണം പാരന്റ്സിന്റെ മുന്നിൽ എനിക്ക് കഴിവുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. രണ്ടാമത്തത് ട്രെയിനിങ് പോകണം, അല്ലെ. ആരുടെ ട്രെയിനിങ്ങിലാണ്? രാംനാരായൺ എന്ന കോച്ചിന്റെ കീഴിൽ ട്രെയിനിങ് നടത്തണം. ഈ രണ്ട് കാര്യം കിട്ടണമെങ്കിൽ ഇന്ന് ഈ മത്സരത്തിൽ അവൻ ജയിക്കണം. പക്ഷെ മൂന്നാം പ്രാവശ്യം വീണപ്പോ ഇത് രണ്ടും നടക്കില്ല. അയാളുടെ കോച്ചായി ആ രാംനാരായണന്റെ ട്രെയിനിങ് സെന്ററിലേക്ക് അവന് പോകാൻ പറ്റൂല. ഫാദറിന്റെ മുമ്പിൽ നല്ലൊരു ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള കുട്ടിയാണെന്ന് കാണിക്കാനും പറ്റില്ല എന്ന വിഷമത്തില് അവൻ കരയാണ്. അങ്ങനെ അവൻ ഗാലറിയിലേക്ക് നോക്കി വിഷമിച്ച് വീണ്ടും അമ്മേനെ നോക്കുകയാണ്. പക്ഷെ ഈ പ്രാവശ്യം അവൻ കണ്ടത് ആരെയാണ്? Then he heard Ram Narayan screaming from somewhere. Screaming, shouting.
രാംനാരായൺ ഉറക്കെ ഓടിയിടുകയാണ്, കമോൺ തരുൺ റൺ, ഓട്. അവനിപ്പോ ലാസ്റ്റിൽ എത്തി കഴിഞ്ഞു, ലാസ്റ്റ് വൺ ആണ്. അപ്പൊ പറയാണ്, ലാസ്റ്റിലെ കുറച്ച് കുട്ടികളുടെ കൂടിയാണ്. അപ്പൊ പറയണേ, നീ വിട്ടുകൊടുക്കല്ലേ, ഓട് എന്ന് പറയാണ്. ആരാ ആശ്വസിപ്പിച്ചത്? രാംനാരായൺ. ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് ദ തേർഡ് ടൈം. മൂന്നാം പ്രാവശ്യം അവൻ അവിടുന്ന് എഴുന്നേറ്റു. ദിസ് 12-year-old determined boy. തരുണിനെ കുറിച്ച് പറയുന്ന ഫീച്ചർ നോക്ക്. തരുൺ എത്ര വയസ്സാണ്? 12 വയസ്സുള്ള ഡിറ്റർമൈൻഡ് ബോയ് ആണ്. എന്നുവെച്ചാൽ നല്ല ഉറച്ച വിശ്വാസം, നല്ല ഉറച്ച തീരുമാനം, എനിക്ക് ജയിക്കണം എന്ന തീരുമാനമുള്ള കുട്ടി അവിടെ എഴുന്നേൽക്കാണ്. ഹു വാസ് ദ ലാസ്റ്റ് ഓൺ ദ ട്രാക്ക്. ഇപ്പൊ അവൻ എത്രാമത്തെയാ? ആ ട്രാക്കിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ്. എന്നാലും ഹി ഗോട്ട് അപ്പ് ആൻഡ് റാൻ വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. സാധാരണ നമ്മൾ ഓട്ട മത്സരത്തിൽ വീണു, നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ വീഴ്ചയിൽ എന്നെ തിരിഞ്ഞു ഓടിക്കും, ഞാൻ ഈ പങ്കെടുക്കണില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ എന്ത് ചെയ്തു? രണ്ടാം പ്രാവശ്യം ഓടി, വീണു. അപ്പോഴമ്മ പറഞ്ഞു, ഓടാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഓടി, ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മൂന്നാം പ്രാവശ്യം വീണു. അപ്പോഴും അവന്റെ മാസ്റ്റർ അവനോട് പറയാണ്, അവന്റെ കോച്ചാണ് രാംനാരായൺ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഓടിക്കൊള്ളാൻ. അവൻ വീണ്ടും ഓടി. അവൻ ഒരിക്കലും നിരാശപ്പെട്ട് പിന്തിരിഞ്ഞു പോവുകയല്ല. ഏറ്റവും ലാസ്റ്റ് വണ്ണാണ്, ജയിക്കില്ല, ഉറപ്പാണ് ഫസ്റ്റിലേക്ക്, ഇനി ഒരിക്കലും ഫസ്റ്റ് എത്തില്ല. പക്ഷെ അവൻ വിചാരിക്കാൻ, തോൽക്കുന്ന ഏതെങ്കിലും കുട്ടികളെ ഫിനിഷിംഗ് പോയിന്റ് അവസാനിപ്പിക്കാൻ പോവോ? തോറ്റ അപ്പ തന്നെ തിരിഞ്ഞ് നമ്മളെ വഴിക്ക് പോകും അല്ലേ? ഇവിടെ തരുൺ എന്താ ചെയ്തേ? He was a determined boy and he got up and he ran all the strength he had. The crowd was cheering for Pawan. അപ്പൊ ഫസ്റ്റ് വന്ന കുട്ടിയായിരുന്നു ആര്? പവൻ. തരുൺ ലാസ്റ്റ് വണ്ണാണ്. ഫസ്റ്റ് വന്ന കുട്ടി പവനാണ്. ഹി വാസ് ചിയറിംഗ്. എല്ലാവരും ക്രൗഡ് അവനെ ചിയറപ്പ് ചെയ്യാണ്. ദ ബോയ് ഹു ഹാഡ് വൺ ദ റേസ്. ആ റേസിൽ ഫസ്റ്റ് ആയ കുട്ടിയാണ് പവൻ. പവൻ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ബട്ട് ടു തരുൺ സർപ്രൈസ്, നമുക്കറിയാം ഫസ്റ്റ് വരുന്ന കുട്ടീനെ എല്ലാവരും എന്ത് ചെയ്യും? അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ തരുണിനെ സർപ്രൈസ് ചെയ്തിക്കൊണ്ട്, അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, സർപ്രൈസ് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം അവിടെ ഉണ്ടായി. There was a louder applause, louder, ഉറക്കെയുള്ള applause, കയ്യടി, ഒരു കയ്യടി ശബ്ദമാണ്. When he crossed the finishing line last, അവസാനത്തെ വ്യക്തിയായിട്ട്, അവസാനത്തെ കുട്ടിയായിട്ട് അവൻ ആ ഫിനിഷിംഗ് പോയിന്റ് കടന്ന വഴിക്ക് എല്ലാവരും അവിടെ കൈയടിച്ചു. The audience cheered for his determination. എന്തിനാ ലാസ്റ്റ് വന്നതിന് കളിയാക്കി കൈയടിച്ചതാണോ? അല്ല, ഫസ്റ്റ് അവൻ വന്നിട്ടില്ല, ലാസ്റ്റ് വണ്ണാണ്. പക്ഷെ എന്നാൽ ഇവൻ അങ്ങോട്ട് കടന്ന വഴിക്ക് ആളുകൾ ഉറക്കെ കൈയടിച്ചവനെ പ്രോത്സാഹിപ്പിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹിസ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. തിരിഞ്ഞു പോകാതെ മുന്നോട്ട് പോകുന്ന ആ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ്. ആൻഡ് ഹിസ് വാലർ, കറേജ്, ധൈര്യം, ഫോർ നെവർ ഗിവിംഗ് അപ്പ്. ഉപേക്ഷിച്ചു പോകാതെ, വിട്ടുകൊടുക്കാതെ ഫിനിഷിംഗ് പോയിന്റ് കടന്ന ആ കുട്ടി. ആ അർത്ഥത്തിലാണ് 3 പ്രാവശ്യം വീണിട്ടും തിരിഞ്ഞോടാതെ ആ ഫിനിഷിംഗ് പോയിന്റ് ലാസ്റ്റ് വൺ ആണ്. എന്നിട്ടും അവൻ ഓടി അവിടേക്ക് എത്താണ്. അവന്റെ ഉള്ളിലുള്ള സ്ട്രോങ് ഡിറ്റർമിനേഷൻ, അതിനാണ് ആളുകൾ അപ്ലോഡ് ചെയ്തത്. He bowed his head with shame. ലജ്ജ കൊണ്ട്, നാണം കൊണ്ട് അവൻ തല കുനിക്കാണ്. കാരണം തോറ്റു എന്ന് വിചാരിച്ചിട്ട്. said to രാംനാരായൺ, I am sorry sir, I lost. എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ തോറ്റുപോയി എന്ന് പറയുകയാണ്. അപ്പൊ രാംനാരായൺ പറയുന്നത്, നോ സൺ, അവൻ തോറ്റുപോയി, ഇനി അവന് ഒരിക്കലും ട്രെയിനിങ് കിട്ടില്ല എന്ന് വിഷമിച്ച് മാസ്റ്ററിന്റെ അടുത്ത് പറയാണ്, ഞാൻ തോറ്റുപോയി. അപ്പൊ രാംനാരായൺ അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നോ സൺ, ടു മീ, എനിക്ക് നീ ഈ റേസിന് നീ തോറ്റു ശരിയാണ്, പക്ഷെ എനിക്ക് നീ എങ്ങനെയാണ്? യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്. നിന്റെ ഏറ്റവും ടഫസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് കേട്ടോ. ടഫിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് EST, ടഫസ്റ്റ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിന്റെ റേസ്, നിന്റെ ജീവിതത്തിന്റെ റേസാണ് നീ. ആസ് ദ റേസ് ഓഫ് യുവർ ലൈഫ്, നിന്റെ ജീവിതമാകുന്ന ആ മത്സരത്തിലാണ് നീ വിജയിച്ചിരിക്കുന്നത്. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് afresh each time you fell. നീ എങ്ങനെയാ വിജയിച്ചത്? ഞാൻ നിന്നെ വാച്ച് ചെയ്യായിരുന്നു. ഓരോ പ്രാവശ്യം നീ വീഴുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഓരോ പോരായ്മകള്, ഓരോ വീഴ്ചകളുണ്ടാവുമ്പോ തളർന്നു പോകാതെ എന്ത് ചെയ്യണം? അതിനെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും നല്ല ഉന്മേഷത്തോടെ എഴുന്നേറ്റ് ഓടുകയാണ് അവൻ ചെയ്തത്. അതിലാണ് ആ മാസ്റ്റർ കണ്ടത് അവന്റെ വിജയം. യു ആർ ദ റിയൽ ലൈഫ് ഹീറോ. റിയൽ ലൈഫില് നീയാണ് ഹീറോ. കാരണം എത്ര പരാജയപ്പെട്ടാലും, എത്ര തോറ്റാലും, എത്ര വീണാലും അതിൽ നിന്ന് എഴുന്നേറ്റ് പോകാനുള്ള ആ ശക്തി നിനക്കുണ്ട്. അതുകൊണ്ട് നീ റിയൽ ലൈഫിലെ ഹീറോ ആണ്. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമാറോ. നാളെ തുടങ്ങി
നിന്റെ ട്രെയിനിങ് തുടങ്ങാണ്. എന്നുവെച്ചാൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. നീ ഒരിക്കലും പരാജയപ്പെട്ടില്ല. എന്റെ മുൻപിൽ നീ ഹീറോ ആണ്. നീ വിജയിച്ചു. നിന്റെ ലൈഫിൽ നീ വിജയിക്കുകയാണ് ചെയ്തത്. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. അവനവന്റെ ഇയേഴ്സിനെ, ചെവിനെ വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ ചെവി കൊണ്ട് അവൻ കേട്ട കാര്യം അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്താ അവൻ വിചാരിച്ചത് അവൻ തോറ്റു, അതുകൊണ്ട് ഇനി ട്രെയിനിങ് കിട്ടില്ല. അങ്ങനെ വിഷമിച്ചാണ് മാസ്റ്ററിന്റെ അടുത്തേക്ക് പോയത്. പക്ഷെ മാസ്റ്റർ അവനോട് എന്താ പറഞ്ഞത്? നാളെ തുടങ്ങി ട്രെയിനിങ്ങിന് പോവാണെന്ന് പറഞ്ഞപ്പോ, നാളെ തുടങ്ങി നീ ട്രെയിനിങ്ങിന് വരണമെന്ന് പറഞ്ഞപ്പോ അവനവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ടിയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് അഗൈൻ. വീണ്ടും അവൻ കരഞ്ഞു. നമ്മളതൊരു ഇമ്പോർട്ടന്റ് ലൈനാണ് കേട്ടോ. 2 പ്രാവശ്യം ടിയേഴ്സ് ഫിൽ ചെയ്യുന്നു. ഒന്ന് എപ്പോഴാ? 3-ാം പ്രാവശ്യം അവൻ വീണു അല്ലേ? 3-ാം പ്രാവശ്യം വീണപ്പോഴല്ലേ കണ്ണുനീരതെ. 3rd ടൈം, 3-ാമത്തെ പ്രാവശ്യം വീണപ്പോ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല, ഇനി ഒരിക്കലും എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് കണ്ണുനീര് വീഴുകയാണ്. പക്ഷെ ഇവിടെ കണ്ണുനീര് വീണത് എങ്ങനെയാണ്? കണ്ണുനീര് വീഴുകയാണ് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ്. He smiled at his mother who hugged him and said, കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല മകനാണ് നീ എന്ന് ആ അമ്മ പറഞ്ഞു. അപ്പൊ രണ്ടും അവന് കിട്ടുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ പാഠം അവസാനിക്കുകയാണ്. തരുണിന് 2 കൂട്ടരുടെ കയ്യിൽ നിന്നും അംഗീകാരം കിട്ടി, മാസ്റ്ററിന്റെ കയ്യിൽ നിന്നും കിട്ടി. മാസ്റ്റർ നാളെ തുടങ്ങി ട്രെയിനിങ്ങിന് വന്നോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ മദറും അവന് അംഗീകരിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻസ് 2-3 കൂടി നോക്കണം. നമ്മൾ ഇന്നലെ പഠിച്ചത് 12-ാമത്തെ വരെയാണ്. പാഠം നന്നായിട്ട് എല്ലാവരും വായിക്കുക കേട്ടോ. ഈ പാഠം നന്നായിട്ട് വായിച്ച് സ്റ്റോറി സമ്മറി നാളേക്ക് എഴുതിയിട്ട് വരിക. ശരിക്കും നന്നായിട്ട് ആ ഇൻസിഡന്റ് കിട്ടണം. 13-ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു വർ തരുൺ വുഡ് യു ഫിനിഷ് ദ റേസ് ഓർ ഗിവ് ഇറ്റ് അപ്പ്? വൈ? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നിങ്ങളാണ് തരുണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണ്ട. അടുത്തതും ഇത് തന്നെയാണ്. ഡു യു തിങ്ക് ദ പ്രസൻസ് ഓഫ് ഹിസ് മദർ ആൻഡ് രാംനാരായൺ ഹെൽപ്പ് തരുൺ ഇൻ ഫിനിഷിംഗ് ദ റേസ്? ഗിവ് റീസൺ. ഇത് കൊടുക്കാൻ എന്താണ് കാരണം പറയേണ്ടത്? രാംനാരായണും അവന്റെ മദർ രണ്ടുപേരുടെയും പ്രസൻസ് അവനെ രക്ഷിച്ചു എന്ന്. എന്തായിരിക്കും അതിനുള്ള കാരണം? നാളേക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കേണ്ട, അല്ലെങ്കിൽ നാളേക്ക് ഒരു ഡയറിയാണ് എഴുതേണ്ടത്. തരുണിന്റെ ഡയറിയാണ്. അത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഈ സംഭവം ഇവിടെ നിന്ന് തുടങ്ങി ഡയറി നാളേക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. ഡയറി ഞാൻ എഴുതിക്കും. ഇവിടുന്ന് തുടങ്ങി അവൻ അന്ന് കാലത്ത് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന്, അമ്മയുടെ അടുത്തുനിന്ന്, അമ്മോട് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ, ഫാദറിനോട് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ അമ്മയുടെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങിച്ച് അവൻ ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞുണ്ടാകുന്ന സംഭവം, ഫസ്റ്റ് ടൈം വീണു, അവിടുന്ന് എഴുന്നേറ്റു. 2nd ടൈം വീണു, അമ്മയുടെ ചേർപ്പിന്ന് അവൻ വീണ്ടും, അമ്മ പറഞ്ഞു എഴുന്നേറ്റ് ഓടാൻ പറഞ്ഞു. He wake up and run. And the 3rd time when he fell, he started to cry. കരയാൻ തുടങ്ങാണ്. ആ സമയത്താണ് അവൻ നോക്കിയപ്പോ ആരെ കണ്ടത്? രാംനാരായൺ സർ പറയാണ് അവനോട് എന്താണ്? ഗെറ്റ് അപ്പ് ആൻഡ് റൺ. അവൻ എഴുന്നേറ്റ് ഓടി. അങ്ങനെ അവസാനം മത്സരത്തിൽ ഏറ്റവും അവസാനമായിട്ട് വന്നു. Then he get the applause from the people. ആളുകൾ അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. for his strong, ലൈന കയ്യിലുണ്ട് കേട്ടോ. The audience cheered for his determination and valor for never giving up. And ലാസ്റ്റില് രാംനാരായൺ സർ എന്താ പറഞ്ഞത്? ask him to come and start the training tomorrow. അവസാനം അമ്മയും അവനോട് ഒരു വാക്ക് പറയുന്നുണ്ട്. അമ്മ എന്താ പറഞ്ഞത്? യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. സോ ഹി ബിക്കം വെരി ഹാപ്പി. അപ്പൊ ഡയറി എഴുതുമ്പോ നമ്മൾ എഴുതുന്നത് ഇറ്റ് വാസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ ഹിസ് ലൈഫ്, അല്ലെ? അങ്ങനെ എഴുതാം. ഡയറി എഴുതാൻ എല്ലാവർക്കും ഫോം അറിയുന്നതാണ്. ഡയറി തന്നെത്താനൊന്ന് എഴുതിക്കൊണ്ടുവരാം. ഇനി തന്നെത്താൻ എഴുതാൻ അറിയാത്തവർ ഏത് പുസ്തകത്തിൽ നിന്നായാലും കുഴപ്പമില്ല. നിങ്ങൾ ഏത് പുസ്തകത്തിൽ റെഫർ ചെയ്യണമെങ്കിൽ ആ പുസ്തകത്തിൽ നോക്കി ഈ ഒരു ഡയറി എഴുതി ഉണ്ടാക്കാം. എന്നിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വരിക നാളേക്ക്. അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഓക്കെ.